ഡി ഗ്രിൽ ഹൗസ് ഫ്രൈഡ് ആൻഡ് ഗ്രിൽഡ്. ഡി ഗ്രിൽ ഹൗസിൻ്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ കാവുമ്പുറം എന്നുള്ള സ്ഥലത്താണ്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ള സ്പോട്ടുകളിലെ ഒരു സ്പോട്ടാണ്. ഇവിടെ മെയിനായിട്ടുള്ള ഫ്രൈഡ് ചിക്കനും പിന്നെ അൽഫാംസുമാണ്. അൽഫാം തന്നെ മെക്സിക്കൻ അൽഫാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പരിചയപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളവിടെ ചെന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു ആംബിയൻസിൽ മിതമായ റേറ്റിൽ നല്ല ഭക്ഷണം കിട്ടുന്നൊരു സ്പോട്ടും കൂടെയാണ് ഡി ഗ്രിൽ ഹൗസ്. ഏകദേശം ഒരു 25+ ആളുകൾക്ക് അറ്റ് എ ടൈമിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഷോപ്പിൻ്റെ അകത്തുണ്ട്. ഷോപ്പിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു 5 കിലോമീറ്ററോളം നമ്മൾ ഫുഡ് ഡെലിവറി കൂടെ ചെയ്യുന്നുണ്ട്. 2-3 പേരാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് ഇതേപോലെ പുറത്തിരിക്കാനുള്ളൊരു ബെഞ്ചിൻ്റെ സെറ്റപ്പും ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. നോർമൽ അൽഫാം, മെക്സിക്കൻ അൽഫാം, ചിക്കൻ പോപ്കോൺസ്, ചിക്കൻ നഗേറ്റ്സ്, ചിക്കൻ സ്ട്രൈപ്സ്, ബർഗേഴ്സ്, സാൻഡ്വിച്ച്, റാപ്പ്, ഫ്രൈഡ് ചിക്കൻ്റെ തന്നെ വ്യത്യസ്ത കോംബോകൾ, പിന്നെ കുടിക്കാനാണെന്നുണ്ടെങ്കിൽ ലൈമുകൾ, മൊജിറ്റോസൊക്കെ ഇവിടെ സെർവ് ചെയ്യപ്പെടുന്നത്. ഇവർ തന്നെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഫങ്ഷൻസിന് ആവശ്യമായ കേക്കുകൾ ബേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവരുമായി കോൺടാക്ട് ചെയ്താൽ നമുക്ക് വേണ്ട കേക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ട് എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒന്ന് പുറത്തിറങ്ങി തള്ളി മറിക്കാനും വളാഞ്ചേരിക്കാർക്ക് വീക്കെൻഡിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടെയാണ് ഡി ഗ്രിൽ ഹൗസ്. ഫുഡൊക്കെ റെഡിയാണ്. അത് വല്ലാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറിയാൽ പിന്നെ കഴിക്കാനും വലിയ വൈബൊന്നും ഉണ്ടാവില്ല. മെക്സിക്കൻ അൽഫാം മാത്രം പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടത് എങ്കിലും ഓണേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടെ അവർ എല്ലാ ഡിഷസും സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലാതെ വൈകാതെ നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബർഗറിലാണ് തുടങ്ങിയത്. 110 രൂപയ്ക്ക് അത്യാവശ്യം കത്തിങ്ങാനുള്ള സിംഗർ ബർഗർ, വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് ട്രൈ ചെയ്തത് ഫ്രൈഡ് ചിക്കനാണ്. 2 പീസും ഒരു കുബൂസും കൂടെ വരുന്ന ഫ്രൈഡ് ചിക്കന് ആകെ വരുന്ന പ്രൈസ് 130 അതായത് ഏകദേശം ഒരു പീസിന് 65 രൂപ. മിനിമൽ പ്രൈസുമാണ്, ടേസ്റ്റുള്ള പീസുമാണ്. ഇപ്പം എല്ലാം കൊണ്ടും മേടിക്കാവുന്ന റേറ്റാണ്. ഇതാണ് മെക്സിക്കൻ അൽഫാം. ആദ്യം പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തിൽ പോയ ഐറ്റാണത്. ഞാൻ തന്നെ ഏകദേശം ഒരു 5-6 പേരെ ഇവിടെ കൊണ്ടുപോയിട്ട് അത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തേക്കണം. ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തത് ചിക്കൻ പോപ്സാണ്. സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് 2 പോപ്പിൻ്റെ സൈസ് വരുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഒരു പോപ്പിൻ്റെ സൈസ് ഉള്ളത്. പക്ഷെങ്കിലും കഴിക്കാൻ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. മറ്റ് ശല്യങ്ങൾ അതായത് യെല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് പോപ്പ് വരാം. ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ഒരു ഐറ്റമായിരുന്നു. പിന്നെ അവിടുന്ന് ടേസ്റ്റ് ചെയ്തത് അവരുടെ തന്നെ നോർമൽ അൽഫാമാണ്. സാധനം നോർമൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കഴിക്കാനും നോർമലാണ്. വല്ലാതെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെങ്കിലും വാല്യൂ ഫോർ മണി സാധനം ഓക്കെയാണ്. അടുത്തതായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തത് അവിടുന്ന് റാപ്പാണ്. നമ്മുടെ ഒപ്പമുള്ള ചെങ്ങായിമാർക്കൊക്കെ നല്ല പറ്റിയിരിക്കുന്ന സാധനം. എനിക്കതിൻ്റെ ഔട്ടർ ലെയർ അതായത് റൊട്ടി വരുന്ന ഭാഗം ഒന്നും കൂടെ ക്രിസ്പി ആക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഏകദേശം ഒരു 7 ഐറ്റംസ് അവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ടോട്ടലായിട്ട് വന്ന ബില്ല് 779. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. പെർ ഹെഡ് 180, മാക്സിമം ഒരു 200 വെച്ചിട്ട് 7 വ്യത്യസ്ത ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് വില കൊണ്ട് കുറവാണ്. ഏതായാലും പുതിയൊരു സ്പോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.